ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. ആചാര്യ വിനോദസ്വാമിക്ക് കൊടുത്ത വാക്കനുസരിച്ച് യേശുക്രിസ്തു പ്രവർത്തിച്ച ഒരു 32 നല്ല കാര്യങ്ങൾ ഒരു സീരിയലായിട്ട് ഓരോ ദിവസം ഓരോന്ന് വെച്ച് പറയാമെന്ന് ഞാൻ തീരുമാനിക്കുകയുണ്ടായി. അതിന് പ്രകാരം ഇന്ന് ഞാൻ പറയുന്നത് യേശുക്രിസ്തു ശിമയോൻ എന്ന് പറയപ്പെടുന്ന ഒരു ഫരിസേയ പ്രമുഖൻ്റെ വീട്ടിൽ ഒരു വിരുന്നിന് ക്ഷണിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ട് കടന്നു ചെല്ലുന്ന ഒരു രംഗമുണ്ട്. അവിടെ കടന്നു ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിനെ ശിമയോൻ വിരുന്നിന് ക്ഷണിച്ചത് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഇവൻ എങ്ങനെയുണ്ട്, നല്ല ഗുരുവാണോ അതോ ഇവൻ ഒരു വ്യാജ റബിയാണോ എന്നറിയാൻ വേണ്ടിയാണ് സത്യങ്ങൾ യേശുക്രിസ്തുവിനെ ക്ഷണിക്കുന്നത്. വലിയ റെസ്പെക്റ്റൊന്നും യേശുക്രിസ്തുവിന് ആ ഭവനത്തിൽ കിട്ടിയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. യേശുക്രിസ്തു അവിടെ ഒരു മൂലയിൽ മാറി ഇരിക്കുകയാണ്. ആ സമയത്ത് മഗ്ദലനക്കാരി മറിയ എന്ന് പറയപ്പെടുന്ന ഒരു വേശ്യസ്ത്രീയെ അവൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. അവൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് അവൻ കണ്ണുനീര് കൊണ്ട് അവൻ്റെ പാദങ്ങളിൽ കഴുകുകയും അവളുടെ നീണ്ട തലമുടി ഉപയോഗിച്ച് അവൾ തുടയ്ക്കുകയും ചെയ്യുകയാണ്. കുറേ നേരമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ശിമയോൻ ഇങ്ങനെ കരുതുന്നു, ഇവിടെ ഏത് തരക്കാരിയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ഗുരു വലിയ ജ്ഞാനിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരു വലിയ ജ്ഞാനിയാണെങ്കിൽ ഇവിടെ ഏത് തരക്കാരിയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ യേശു അനുവദിക്കുകയില്ലായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇവൻ്റെ ചിന്ത മനസ്സിലാക്കിയിട്ട് യേശു വിളിക്കുകയാണ്, ശിമയോനെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഒരു കടക്കാരനുണ്ടായിരുന്നു. കടക്കാരന് കടം കൊടുക്കുന്നയാൾ രണ്ട് പേർക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് വളരെ ഒരു 50,000 രൂപയും മറ്റൊരാൾക്ക് 10,000 രൂപയും കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും വീട്ടാൻ മാർഗമില്ലാതെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, രണ്ടുപേർക്കും ശരി നിങ്ങളുടെ കട എഴുതിത്തള്ളിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആർക്കാണ് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും പരിസര പ്രമാണി പരീക്ഷിക്കാൻ വേണ്ടി വന്ന പരിസര പ്രമാണി വിട്ടിലായി. പരിസര പ്രമാണി പറഞ്ഞു 50,000 രൂപ ഇളച്ചു കൊടുത്തവനായിരിക്കും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്. തിരിഞ്ഞ് മറിയോട് പറയുകയാണ്, മറിയെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ഇനി മേലിൽ നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ആ മറിയയുടെ പാവങ്ങൾ ക്ഷമിക്കുകയാണ്. ഇവൾ കൂടുതൽ കടവുള്ളവളായിരുന്നു, ഇവളുടെ പാവങ്ങൾ ഇന്ന് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇവൾ കൂടുതൽ സന്തോഷമുള്ളവളായിരിക്കും എന്ന് പറഞ്ഞ് അവളുടെ പാവങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വേശ്യയെ ശിഷ്യയാക്കി മാറ്റിയ ഒരു ഗുരുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു അങ്ങനെയാണ്. യേശുക്രിസ്തുവിൻ്റെ രക്ഷ എല്ലാവർക്കും ഉണ്ട്.